ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കനത്ത മഴയെ തുടർന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും വ്യാപക കൃഷിനാശം. ദുരന്തബാധിത പ്രദേശങ്ങൾ കണ്ണൂർ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തുളസി ചേങ്ങാടിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കൊപ്പം കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ, ചെറുപുഴ കൃഷി ഓഫീസർ ജിതിൻ കെ.ആർ., കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഭാഗികമായും തകർന്ന കൃഷിയിടങ്ങൾ സംഘം നേരിട്ടെത്തി പരിശോധിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 1 കോടിയിലധികം രൂപയുടെ കൃഷിനാശമാണ് പ്രാഥമികമായി കണക്കാക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വ്യക്തമാക്കി. റബ്ബർ, തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറി ഉൾപ്പെടെയുള്ളവ വൻതോതിൽ നശിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഏക്കർ കൃഷിഭൂമി മണ്ണും കല്ലും മൂടി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. കൃഷിഭവൻ പരിധിയിലുള്ള പുളിങ്ങോം വില്ലേജിലെ സാബു എന്നുള്ള കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഈ 1-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ തന്നെ 10 ഏക്കറിലധികം വരുന്ന കൃഷിഭൂമിയിൽ എല്ലാവിധ കാർഷിക വിളകളും കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. കുരുമുളക്, കവുങ്ങ്, റബ്ബർ, പിന്നെ മറ്റ് ഇടവിളകളെല്ലാം ഉള്ള കൃഷിത്തോട്ടം പൂർണ്ണമായി നശിച്ച സ്ഥിതിയിലാണുള്ളത്. ഇതിന്റെ തുടർച്ചയായി ഈ ഒരു പ്രദേശത്ത് തന്നെ ഒരു 20 ഏക്കറോളം സ്ഥലം 60 ഏക്കറോളം സ്ഥലം കൃഷിയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എല്ലാ കാർഷിക വിളകളും നശിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അറിയാൻ പറ്റിയിട്ടുള്ളത് ഈ ചെറുപുഴ പഞ്ചായത്തില് 12 സ്ഥലത്താണ് ഈ 1-ാം തീയതിത്തെ ഈ തുടർച്ചയായ മഴ കൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതില് ഇവിടുത്തെ കൃഷി ഉദ്യോഗസ്ഥര് മൊത്തം ഫീൽഡ് വിസിറ്റ് നടത്തി ഏകദേശ കണക്ക് തന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് 1 കോടിയിലധികം വരുന്ന കാർഷിക വിളകളുടെ നഷ്ടം, അതുകൂടാതെ ഏകദേശം അത്രയും തന്നെ വരുന്ന കൃഷിഭൂമി കൃഷിയോഗ്യമായി അല്ലാതായി മാറിയതുകൊണ്ടുള്ള നഷ്ടം വേറെയുമുണ്ട്. അപ്പൊ ഇതിനു വേണ്ട ആനുകൂല്യം കൃഷി വകുപ്പിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം ഇവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് നടന്നു വരികയാണ്. കൃഷി ഉദ്യോഗസ്ഥർ ഫീൽഡ് സന്ദർശനം നടത്തുന്നുണ്ട്. എന്തായാലും എത്രയോ വർഷങ്ങൾക്കിപ്പുറം ഈ ചെറുപുഴ പ്രദേശം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൃഷിനാശം എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് ഈ ഒരു നഷ്ടത്തിനെ പറ്റി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയുന്നില്ല. എല്ലാ രീതിയിലും പറ്റുന്ന ധനസഹായം കൃഷി വകുപ്പിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതായിരിക്കും. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.